ഹലോ ഗൈസ്, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നലെ രാത്രിയായി കിടന്നുപോയി. പിന്നെ ഇന്നിപ്പോ അടുത്ത ദിവസം ഗൈസ്, ഇന്നാണ് നമ്മൾ കടയിലും കാര്യങ്ങളൊക്കെ പോകാൻ പോണത്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഇപ്പൊ നമ്മള് ഒരു സൺസെറ്റ് ഒക്കെ കാണാൻ പോവാണ് ഗൈസ്. അപ്പൊ അത് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞുകൂടാ, ഒന്ന് നോക്കിയിട്ടൊക്കെ തിരിച്ചു വരാം. കാരണം ഇന്ന് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞൂടെ. ചിലപ്പോ മേഘമൊക്കെ കയറി മറഞ്ഞിരിക്കും. എന്നാലും നമുക്ക് പോയി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഇപ്പൊ സമയം ഏകദേശം ഒരു 5:45 ആയെന്ന് തോന്നുന്നു. ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് സമയം നോക്കാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, എന്തായാലും പോയിട്ട് വരാം ഗൈസ്. അപ്പൊ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ആ നിൽക്കണ മൊത്തം ആൾക്കാരാണ്. കണ്ട വല്ല തൂണ് നിൽക്കണമെന്നൊക്കെ തോന്നുന്നു, പക്ഷെ മൊത്തം ആൾക്കാരാണ്. ഗൈസ്, അപ്പം നമ്മൾ ഇതിൻ്റെ ടോപ്പിലെത്തി. ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഫോണ് പോയാൽ ഇത്ര ഏകദേശം 4-5ാമത്തെ നിലയാണ് തോന്നുന്നത്, കറക്റ്റ് അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 5ാമത്തെ, അത്ര പൊക്കമുണ്ട്, ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. എ സിയിലെ ലിഫ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ള റൂമാണെന്ന് തോന്നുന്നത്. കാണാൻ വയ്യ, വെള്ളം പോകുന്നുണ്ട്, ഇഷ്ടംപോലെ പൈപ്പുകളുണ്ട്. വേറെ ഇവിടെയൊക്കെ എന്താ പറയുക, ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ നമ്മളൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചെറിയൊരു പൈപ്പിൻ്റെ എന്തൊക്കെയോ പൊട്ടണ സൗണ്ടൊക്കെ കേൾക്കുന്നത്. ഏകദേശം അവിടെയൊക്കെ വേറെ കെട്ടിടങ്ങളുണ്ട്. നമ്മൾ പിന്നെ അന്ന് പോയ ഇതുണ്ടോ ത്രിവേണീര് ഹോട്ടലിൽ കാണാൻ പറ്റും. ഇവിടെ അത് കാണാൻ പറ്റില്ല, അവിടെ കടലാണ്. അപ്പോൾ ഇവിടെ ചൂടുവെള്ളമുണ്ട്, പക്ഷെ എപ്പോഴൊന്നും കിട്ടൂല. ഒരു വട്ടം വന്ന ഒരു 5 മിനിറ്റ് അതിനെ വീണ്ടും കിട്ടുള്ളൂ. ഇത് ചൂടൊന്നും ആയിട്ടില്ല. പിന്നെ ഇപ്പം ഇവർ എങ്ങനെ ചൂടുവെള്ളം ആക്കണമെന്ന് ചോറ് ചെയ്ത് വെച്ചേക്കോ. ഇനി വലിയ ചൂടൊന്നും ഇല്ല ഇന്ന്. ഇനി ഒന്നിൻ്റെ അകത്ത് ഇനി ചൂടാവുമായിരിക്കും, ചില അങ്ങനെ വല്ല സെറ്റപ്പ് ആയിരിക്കും. ഞാൻ ആ സൈഡൊന്ന് പോയി നോക്കിയിട്ട് വരാം. അവിടെ കടൽ കാണാം ഗൈസ്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ അത്രയും പൈപ്പുകളാണ്, ഇവിടെ നിൽക്കാനൊന്നും സ്ഥലമില്ല കേട്ടോ. ഏതെങ്കിലും ഒന്ന് ഒടിയെ പൊട്ടാനും ചെയ്ത് ഇന്നലെ നമ്മൾ അതിലല്ലേ പോയാ. അവിടെ ചെന്ന് ഗൈസ് നമ്മൾ വില വായിച്ചതാണ് 1800. എൻ്റെ പൊന്നേ, ഏകദേശം 1800 അടുപ്പിച്ചാണ് അവർ വില പറഞ്ഞത് ആ റൂമിൽ. അതിൻ്റെ അകത്ത് ഇപ്പം ഈ കാണുന്ന റൂമിൻ്റെ പകുതി പോലും വൃത്തിയില്ല, അതുപോലെ AC ഇല്ല, പിന്നെ TV ഇല്ല, ഇതൊന്നും അതിൻ്റെ അകത്തില്ല. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഇത് 1300 അല്ലേ ഉള്ളൂ, അപ്പോൾ ലാഭമില്ല എന്ന് വിചാരിച്ചാണ് പിന്നെ ഇതെടുത്തത്. പിന്നെ കുറേ കെട്ടിടമുണ്ട്, എല്ലാം ഫുള്ളാണ്. ഇവിടെ എല്ലാവരും ഇപ്പോൾ ശനി ഞായറൊക്കെ ആയതുകൊണ്ട് ഫുള്ളായി ഇവിടെ. അതാണ് മുമ്പേ വിളിച്ചു പറഞ്ഞതിന് എല്ലാം കിട്ടും. പിന്നെ അവിടെയൊക്കെ കുറേ മലയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, അങ്ങോട്ടൊക്കെ കയറാൻ പറ്റുന്നതെന്ന് അറിഞ്ഞൂടാ. എൻ്റെ സൗണ്ട് മൊത്തം പോയി ഇപ്പം. വേറെ എന്തെങ്കിലും ഇവിടെ വേറെ ഒന്നും കാണിക്കാനില്ല. ഇനിയിപ്പോൾ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ വല്ലതൊക്കെ കാണിക്കാം. പിന്നെ ഇതെങ്ങനെയാണ് കയറി വേണമെന്ന് പറഞ്ഞില്ല. ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്, അതുപോലെ ഇവിടെ ലിഫ്റ്റും ഉണ്ട്. ലിഫ്റ്റിൽ വെച്ച് 3 പേർക്ക് കയറാൻ പറ്റും. ആരും ഇല്ലെന്ന് തോന്നണല്ലേ, കാണുന്നില്ല. ഓക്കെ, 2 പേര് കയറിയപ്പോൾ തന്നെ ഫുള്ളായി. പിന്നെ ഇവിടെ ലൈറ്റ് ഉണ്ട് ഗൈസ്, ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. കോപ്പി റേറ്റ് അടിക്കും, പാട്ടൊക്കെ ഇടണം. ഓരോ സ്ഥലങ്ങളും കാണാൻ പറ്റും. എന്താ നമുക്ക് അത്ര സ്റ്റോറേജ് ഉണ്ട്, ആർക്കും സ്റ്റോറേജ് ഇല്ല.
പിന്നെ ഇതിന്റെ കടം കടം നോക്ക് ഗൈസ്, കടം നോക്ക്, ഇതിന്റെ കടം നോക്ക്. ഈ കെട്ടിടത്തെ നമ്മൾ നോക്കിയാണ് കഴിച്ചത്, പക്ഷെ അവിടെ ബുക്കായി എന്നാണ് പറയുന്നത്. അത് ഇത്രയും കൂടെ നല്ല സെറ്റപ്പുള്ള കെട്ടിടമായിരുന്നു. അത് അവരെ തന്നെ ഇതെന്നാണ് പറയുന്നത്, അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ഇത് വേറെ ഇതാണ്, ഇതും ഇവരേതാണ്ടാണ്. ഇത് പണി കിടക്കണേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ അവിടെയും കയറ്റൂല. ഇതിപ്പോൾ നല്ല കിടിലാവും. ഇത് ഇവരെയാണെന്ന് പറയാൻ കാരണം ഇവിടെ കണ്ട സൺ റോക്ക് വർക്ക്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളായത്. ഗൈസ് അപ്പോൾ നമുക്ക് വേണ്ട വിവേകാനന്ദ പാറ. ഗൈസ് അപ്പോൾ ഇവര് കിടക്കുന്ന റൂം ഇതാണ് ഗൈസ്. അവരെ റൂം ഏകദേശമൊക്കെ സെയിം ഒക്കെ തന്നെ. ഇവിടെ ഒരു വിൻഡോ ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റ് തന്നെ. പിന്നെ എന്നുവെച്ചാൽ സാധനങ്ങളെല്ലാം കറക്റ്റാണ്, പക്ഷെ മോഡലൊക്കെ മാറ്റമുണ്ട്. നമുക്കിപ്പോൾ നമ്മളെ ഈ കട്ടിൽ ഈ സൈഡിന് ഇങ്ങനെയാണ് കിടക്കുന്നത്, പക്ഷെ ഇവർക്ക് ചരിച്ചാണ് ഇട്ടേക്കണേ. TV ആ സൈഡിനാണ് ഇരിക്കണേ. അലമാരിയൊക്കെ അവിടെ തന്നെ, പക്ഷെ ഇവിടെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഉണ്ടായിരുന്നു ഒരു കണ്ണാടി, പക്ഷെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ. പിന്നെ ബാത്റൂം ആ സൈഡിനായിട്ടാണ് വേണത്. ഗൈസ് അപ്പോൾ ആ കാണുന്ന ടാങ്കിരിക്കണതിൻ്റെ അതാണ് നമ്മളെ ഹോട്ടൽ ഗൈസ്. നമ്മളവിടെയാണ് നിൽക്കണം ഗൈസ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഗൈസ് അപ്പോൾ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാം നോക്കേണ്. കേൾക്കാൻ പറ്റുമെന്ന് ബഹളമുള്ളതുകൊണ്ടേ. യെസ്, ഐ തിങ്ക് അതല്ല. ഗൈസ് അപ്പോൾ ഇനിയിപ്പോൾ നേരെ കടലിൻ്റെ അടുത്ത് കേട്ടോ. അവിടെയൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ പരിപാടിയും കാര്യങ്ങളുണ്ട്. ഗൈസ് ഗാന്ധി ജയന്തി ആണ്ട് എന്തോ പരിപാടി അടക്കാണ് ഇവിടെ. ഭയങ്കര ആൾക്കാരുണ്ടല്ലേ അവിടെയൊക്കെ എന്തൊക്കെ പരിപാടി അടക്കണം. ഗാന്ധിജി മണ്ഡപം പറഞ്ഞു സംസാരം. ഗൈസ് അപ്പോൾ അവിടെ എന്താ പരിപാടി? ഗാന്ധിജി മണ്ഡപം പരമ്പൂരാണ്. എന്റെ മൂക്കടഞ്ഞിരിക്കണം ഗൈസ്, അതുകൊണ്ട് ചില വാക്കുകളൊന്നും എനിക്ക്. ഇത് മൊത്തം മാറി, സ്ഥലം മാറി. ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, കുറെ വർഷമായി ഗൈസ് വന്നിട്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്, നമ്മൾ അതിന്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്നു. എന്തായാലും മേടിക്കാനും പോണില്ല ഗൈസ്, ചുമ്മാ വില കഴിച്ച് നോക്കാനാണ് ഗൈസ്. ഇപ്പോൾ പുതിയതായിട്ട് വന്ന സാധനം തോന്നുന്നു, ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞിട്ട്. ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ല, എന്തായാലും കൊള്ളാം. പിന്നെ ഇതൊക്കെ ദൂരെ ഉണ്ടായിരുന്നു, വിവേകാനന്ദ പാർക്ക്. അത് വെച്ച് കാണാൻ വയ്യ. പക്ഷേ നല്ല മഴയൊന്നും വന്നു തുടങ്ങി ഗൈസ്. ഇവിടെ അത്യാവശ്യം മഴയൊക്കെ വന്നു തുടങ്ങി. അവിടെ എന്തോ പരിപാടി ഉണ്ടായെന്ന് തോന്നുന്നു, അവിടെ എന്തോ കെട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഗൈസ് അവിടെ എന്തോ ഒരു ഇത് ഉണ്ടായിരുന്നു, അത് ഇതിനു മുമ്പ് ഇല്ലാന്ന് തോന്നുന്നു. കുറേ ഇതൊക്കെ മാറി കേട്ടോ ഗൈസ്. എല്ലാവരും മഴ കാണണം ഇവിടെ കയറി. കണ്ടെത്തത് കടയിലെ ആൾക്കാർ കയറുന്നു. ഭയങ്കര മഴയാണ്, കാറ്റുണ്ട്, നല്ല കാറ്റും മഴയുണ്ട്. നോക്കൂ ഗൈസ്, ഇത്രയും തിരയുടെ ഇടയിൽ ഇവിടെ കുത്തിച്ചാടി പോണ ആൾക്കാർ. നല്ല കാറ്റും മഴയുണ്ട്. എന്നിട്ടും മഴയത്തൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ
ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഫുള്ളായി. അവിടെയൊക്കെ നല്ല കാറ്റും മഴയുണ്ട്, കണ്ടറിയാൻ കഴിയും. വിവേകാനന്ദ പാറ കാണാൻ പോലും വരും. മഴയൊക്കെ ഏകദേശം തോർന്നു കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും പുറത്തോട്ടൊക്കെ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേരുണ്ടായിരുന്നു. എനിക്കൊന്ന് 100-100 ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ആരാടാ? കാര്യം നനയ്ക്കാൻ നമ്മൾ എല്ലാത്തോടെയും കുളിച്ചാണ് ഗൈസ്. ഇത്തവണ ഇറങ്ങാൻ വയ്യത് സമയം. നമുക്ക് പയ്യൊന്ന് ചവിട്ടി നോക്കാം. ഓ ഇവിടെ കുഴിയാണല്ലോ. തിന്നിട്ട് എല്ലിൻ്റെ ഇടയൊക്കെ ഗൈസ്. ആ വലിച്ചു. യാ ഓക്കെ ഗൈസ്, അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി സ്ഥലത്ത് പോകണം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, കടകളൊക്കെ ഒന്ന് കാണണം. നല്ല മഴ വരാൻ പോകുന്നുണ്ട് അടുത്ത്. ബാക്കിയൊക്കെ ഒന്ന് നോക്കട്ടെ. പോയാ പറ്റുള്ളൂ. ഈ കടയുടെ പറഞ്ഞേത്ര പണ്ട് പോണ അവിടെയാണ് നല്ല സൺസ്. മയില് ഗൈസ്, മയില് കരിമ്പൻ ജ്യൂസ് കുടിക്കാൻ കയറിയ നമ്മളെ ഗൈസ്. ഗൈസ് പറ ഗൈസ്, എന്തിനിത്? ഹെൽമെറ്റ് എന്തിന് കടയിൽ? പണ്ടത്തെ ഉടലൊരു വീട് കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകണം കഴിച്ചു. അപ്പോൾ ഗൈസ്, നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ടൂറൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 10:30 ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചെത്തിയായിരുന്നു. അപ്പോൾ ആ വന്ന സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. പിന്നെ എനിക്ക് മാറാൻ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് കന്യാകുമാരിയിൽ നിന്ന് അടിച്ച ഡ്രസ്സാണ് ഗൈസ് ഇത്. ഏകദേശം 250 രൂപയുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ലായിരുന്നു, ഞാൻ ഒരു പാൻറ്റും അതുപോലെ ഒരു ബാഗും മേടിച്ചു ഗൈസ്. സൈഡിന് ഇങ്ങനെ തൂക്കണ ബാഗ്, സാധനങ്ങളൊക്കെ വെക്കാനും പവർ ബാങ്ക്, ഫോൺ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും അതിൻ്റെ അകത്ത്. അതിന് ഏകദേശം 200-ൻ്റെ അകത്തൻ്റെ വില ഉള്ളൂ ബാഗിനും മറ്റേ പാൻറ്റിനൊക്കെ. പാൻറ്റിന് 200 ഉണ്ടെന്ന് തോന്നുന്നു.
അപ്പോൾ ഇതൊക്കെ ഇത്രയും ഞാൻ മേടിച്ചിട്ടുള്ളൂ ഗൈസ്, വേറെ ഒന്നും മേടിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ അവസാനം ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചിരുന്നു ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും വയറ്റിന് ഒരുമാതിരിയൊക്കെ ആയി. നല്ല വൃത്തി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്താ പറ്റിയെന്ന് അറിയാൻ വയ്യ. കറി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൈയൊക്കെ ചുമന്നിരുന്നു, അത്രയും കളറുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അറിയാൻ വയ്യ എന്തിനാണെന്ന്. എന്തായാലും അത് കഴിഞ്ഞ ശേഷം വയറുവേദന ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരിതായി. എനിക്കും പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഒരു ഇതില്ലായിരുന്നു. സാധാരണ ഞാൻ 2-3 വീഡിയോ എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട്. പിന്നെ എനിക്ക് എടുക്കാൻ ഒരു ഇതില്ലായിരുന്നു, പവറില്ലായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് കറണ്ട് പോയി. അപ്പോൾ അത് കറണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് റൂമിൽ ഒന്ന് നേരെ ഫാൻ ഇട്ടതും ഫാൻ അടിച്ചു പോയി ഗൈസ്. ഫാനിൽ നിന്ന് കുറച്ച് പുകയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫാൻ അടിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹാളിൽ ചെന്നിട്ട് ഹാളിലെ ലൈറ്റ് ഇട്ടപ്പോൾ അതും അടിച്ചു പോയി. ഇനിയിപ്പോൾ അതൊക്കെ ശരിയാക്കണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോകളായിട്ടൊക്കെ വീണ്ടും പറയാം. അതുവരേക്കും ബൈ.